തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇനി വെറും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വോട്ട് അഭ്യർത്ഥനയും പ്രചരണവും എല്ലാം വളരെ വാശിയോടെയും വീറോടെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇതുവരെ LDF മുന്നണി അധികാരത്തിൽ ആയിരുന്നു. ഇപ്പോൾ ഇനി ഒരു ഭരണ മാറ്റമാണോ, ഒരു ഭരണ തുടർച്ചയാണോ വേണ്ടത് എന്ന് നമുക്ക് ജനാഭിപ്രായം തേടാം. ആയിക്കോട്ടെ, അങ്ങനെ UDF വരട്ടെ. അങ്ങനെ കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു LDF വലിച്ചാൽ അപ്പോൾ ഒരു UDF തരംഗമായിക്കോട്ടെ, ഒരു മാറ്റം വരട്ടെ, ഒരു മാറ്റം. എല്ലാത്തിനും വേണ്ട മാറ്റം. ഇനി ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം ഒരു വികസന പ്രവർത്തനങ്ങളാണ് വേണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ട്? ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒക്കെ അധോഗതിയിൽ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അതായത് അതിൻ്റെ പുതിയ വർക്കൊക്കെ വളരെ വീക്കായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ പുതിയത് വരുമ്പോൾ എന്തായാലും ഒരു മാറ്റം വരുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ വരട്ടെ. നഗരസഭയിൽ ഇനി ഒരു ഭരണ മാറ്റം വേണോ, അല്ലെങ്കിൽ ഒരു ഭരണ തുടർച്ച തന്നെയാണോ വേണ്ടതെന്നുള്ളൊരു അഭിപ്രായം തേടാൻ വേണ്ടി വന്നു. ഭരണം മാറാൻ ചാൻസ് ഇല്ല. ഈ LDF തുടർച്ച തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? അങ്ങനെയൊന്നുമില്ല, നല്ല ഭരണമാണ്, അതുകൊണ്ട് പറയാം. ഇപ്പോൾ നമ്മൾ മറ്റ് 1-2 പേരോട് ചോദിച്ചപ്പോൾ മാർക്കറ്റിലൊക്കെ വികസനങ്ങൾ നടന്നിട്ടില്ല ഈ ഒരു 5 വർഷത്തിൽ എന്നാണ് പറഞ്ഞത്. അത് എതിർ പാർട്ടി ആയിരിക്കും, അവർ അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ വീണ്ടും ഈ ഒരു ഭരണ തുടർച്ച ഉണ്ടായാൽ എന്തൊക്കെയായിരിക്കും അവർ പുതിയതായിട്ട് കൊണ്ടുവരിക എന്ന് എന്തെങ്കിലും? അത് പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ എന്താണ് വരുന്ന കഴിയില്ലല്ലോ, പറയാൻ കഴിയില്ല. ഭരണ തുടർച്ച തന്നെ ആയിരിക്കും, ഉറപ്പാണ്, അതിൽ സംശയമൊന്നുമില്ല. ഭരണം മാറ്റാൻ വരേണ്ടത്. കാരണം നമ്മളിവിടെ എല്ലാം ക്ലിയറായി നടക്കണമെങ്കിൽ ഭരണമാറ്റം വരണം. മറ്റത് ഒക്കെ അപ്പന പോക്കറ്റിക്കാണ്, വികസനങ്ങൾ വരുന്നില്ല. ഈ മാർക്കറ്റൊക്കെ കടക്കൽ തുടങ്ങിയിട്ട് എത്ര കാലമായിരുന്നു? അതൊക്കെ നമ്മളെ UDF ആണ് ഒക്കെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ UDF മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ വികസനങ്ങളും കാര്യങ്ങളും വ്യക്തമായി നടക്കും എന്നൊരു അഭിപ്രായമാണോ? നടക്കും. എങ്ങനെയായാലും നടക്കുന്നതിന് ഉറപ്പാണ്. വീണ്ടും ഭരണ തുടർച്ച തന്നെ ആയിരിക്കും വരിക. കാരണം നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് തന്നെ പരിപാടി. പിന്നെ എന്താ ഓടിക്കാനൊന്നുമില്ല, ഇടതുപക്ഷം തീർച്ചയായും മുന്നോട്ട് വരും. ഉറപ്പാണ്, പക്കയാണ്. നമ്മളെ അഭിപ്രായം ആര് വന്നാലും കുഴപ്പമില്ല, ഭരണം നന്നാവണം, വൃത്തി പോലെ വരുന്നവളെ കൊണ്ടു നടക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഭരണം അങ്ങോട്ട് മാറുന്നത്, അങ്ങോട്ട് മാറി കളിക്കുന്നത് നല്ലതാണ്. മാറ്റങ്ങൾ നല്ലതാണ്. അത്രേ ഉള്ളൂ. ഇതൊരു 5 വർഷം ഒരു LDF മുന്നണിയായിരുന്നു. LDF നോക്കാം, ഭരണം നമുക്ക് നോക്കാം. ഭരണം ഇനി മാറ്റിയിട്ടൊന്നും കാര്യമില്ല, ഭരണ തുടർച്ചയാണ് നടന്നു പോട്ടെ. ആര് വന്നാലും ഒക്കെ കണക്കാണ്. ഇപ്പോൾ വരാണെങ്കിൽ പിന്നെ അവരതായിട്ട് കടയാലും അങ്ങനെ പോയിക്കോളും. അതാണ് അതിൻ്റെ കാര്യം. ആര് വന്നാലും അവരുടേതായിട്ടുള്ള രീതിയിൽ പോവുള്ളൂ. ഇപ്പോൾ ഇടതു മുന്നണി വരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഇപ്പോൾ ഭരണ തുടർച്ച വേണം, ഭരണ മാറ്റം വേണം, എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. അപ്പോൾ നമ്മുടെ മുന്നണി വരണം എന്നുള്ളത് അതങ്ങനെ ആലോചിക്കുള്ളൂ. പിന്നെ മറ്റവർ വന്നാലും അവരെ കൊണ്ട് കഴിയുന്നത് അവരും ചെയ്യും, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അതങ്ങനെ പോയിക്കോളും. അത്യാവശ്യം വയസ്സായവർക്കും ഒക്കെ വല്ല പൈസയൊക്കെ കിട്ടുന്നുണ്ട്. മറ്റു വന്നാൽ ഒന്നും കാര്യം കിട്ടില്ല, ഉള്ളതും ഇല്ലാതാവും. ആണ് അതിൻ്റെ ശരി. പൊതുവെ ജനങ്ങൾക്കും നല്ലതാണ്, എല്ലാവർക്കും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ അടിപിടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലായിട്ട് അങ്ങനെ പോയിക്കോളും. ഏത് പാർട്ടിക്കാർ വന്നാലും കുഴപ്പമില്ല. പാർട്ടിക്കാർ വരുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഭരണം കൊണ്ടുവരിക, നല്ല രീതിയിൽ ഭരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, വികസനങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ഈ പോസ്റ്റിലൊന്നും അധികം പോസ്റ്റേഴ്സൊന്നും ലേറ്റ് ഇല്ല.
അപ്പോൾ ഞാൻ രാവിലെ കൊണ്ടൊന്നും പോകുമ്പോൾ ലൈറ്റ് ഉണ്ടാവാറില്ല, പോസ്റ്റിലും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ ഞാനത് കുറേ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാർഡ് മെമ്പേഴ്സരായിട്ടും അവരുടെ അടുത്തൊക്കെ. പക്ഷേ ഇതുവരെ എനിക്ക് നടപ്പിലാക്കി തന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞു, വികസനം ഒന്നും കൂടി മെച്ചപ്പെടുത്തണം, എല്ലാവരും വരികയാണെങ്കിൽ വികസനം മെച്ചപ്പെടുത്തുക, നല്ല ഭരണം കൊണ്ടുവരാം, അത്രയ്ക്ക് പറയും. പിന്നെ ആകെ ഇപ്പോൾ 3 പാർട്ടിയുള്ളത്. അത് BJP വരില്ല എന്നുള്ള അറിയാം, കാരണം അതിനുള്ള ആൾക്കാരില്ല, തുച്ഛമായുള്ള ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതാ നമുക്ക് പറയാനുള്ളത്. ഒന്നുമല്ല UDF വരിക, അതല്ലെങ്കിൽ മറ്റവരെ തന്നെ ഭരിക്കുക, അങ്ങനെയുള്ളൊരു ചിന്തയുള്ളൂ നമുക്ക്. വേറെ ഒന്നുമില്ല. ആര് വന്നാലും നമുക്ക് വികസനം ഉണ്ടാവണം, അതാണ് നമ്മളെ അഭിപ്രായം. പഴയ തീർച്ചയായും മുനിസിപ്പാലിറ്റി എന്തായാലും ഒരു ഭരണ തുടർച്ച ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. അതെന്തായാലും അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം കൂടുതലും സ്ത്രീകൾ മത്സരിക്കുന്ന കാരണം കൊണ്ട് അതാണ്, 20 സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്, അത് കാരണം കൊണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ വിചാരിക്കുന്നത് ഒരു ഭരണ മാറ്റത്തിനുള്ള അതാണ് എനിക്ക് ആഗ്രഹം. ഈ പിന്നെ കൗൺസില് ഇത്രയും കാലം ഭരിച്ചിട്ട് ഒരു കാര്യമായിട്ടുള്ള ഒരു മുന്നോട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു വികസനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒക്കെ അവനാൻ്റെ വികസനം മാത്രം നോക്കുക എന്നല്ലാണ്ട് വാർഡിൻ്റെ വികസനത്തിനെ പറ്റിയിട്ടൊന്നും ആരും ചിന്തിക്കുന്ന ആൾക്കാരല്ല. എന്തവിടെ നടന്നിട്ടുള്ളത്? ഒന്നും നടന്നിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഭരണമാറ്റം തന്നെയാണ്. ഏത് മുന്നണി എന്ന് ഒരു ആഗ്രഹം? ഏത് മുന്നണി എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ LDFും UDFും ആണ്. അപ്പോൾ LDF കഴിഞ്ഞാൽ മിക്കവാറും ഇതിൻ്റെ കൂടുതലും ഭരണത്തിൽ വരാൻ പറ്റിയ പാർട്ടി UDF തന്നെയാണ്. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ.